ഹലോ, ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചുതരാം. ഇത് നല്ലൊരു വേദന സംഹാരിയാണ്. ഒരൊറ്റമൂലിയാണ്. നടുവേദന, മുട്ടുവേദന, ഡെസ്ക് വേദന, സന്ധിവാതം, കഴുത്തുവേദന, കൈവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു വേദന സംഹാരിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമ്മളെ കാലുമൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൂട്ടി യോജിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വളരുന്നത്. ഇത് എന്താ മുട്ട് പോലാണ് ഇത് പടർന്ന് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുത്തിട്ട് ഞാൻ വേറെ ഒരു സാധനം ഉണ്ടാക്കാൻ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. കർക്കിടക മാസമൊക്കെയാണ് നമ്മളിതെല്ലാം കഴിക്കണം. അപ്പം ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇച്ചിരി എണ്ണ തൂക്കുക. എണ്ണ തൂക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ചൊറിച്ചിൽ, ഇതിൻ്റെ നീര് നമ്മുടെ കയ്യെ പറ്റുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ കയ്യെ തൂക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ കയ്യെ തൂത്തിട്ട് ഈ മുട്ടിന് വെച്ച് ഒടിച്ചെടുത്തിട്ട് നമ്മൾ വാഴയ്ക്കയുടെ നാര് എടുക്കുന്ന പോലെ, വാഴയ്ക്ക നമ്മൾ നാരെടുക്കത്തില്ല അതുപോലെ ഇരിഞ്ഞെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വെള്ളം തോരാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെടുക്കാം. നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഇഞ്ചി, വെളുത്തുള്ളി, എന്നിട്ട് ഒരു അര സ്പൂണ് കുരുമുളക്, ഉപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ചട്ടി അടുപ്പ് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂണ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം അതെല്ലാം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ചെറിയ ഉള്ളി എടുത്ത് വെച്ച് ഒരു 10-30 ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചൊറിയത്തൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിതെല്ലാം വറുത്താണ് എടുക്കുന്നത്. ഇതും കൂടി ഇട്ട് നമ്മൾ വറുത്തെടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്ക് വറുത്തെടുത്തതിന് ശേഷം ഇത് നമ്മളെടുത്ത് വെച്ച സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ഈ 4 വറ്റൽമുളകേ ഉള്ളായിരുന്നു. അതിന് വരെ ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. നിങ്ങളുടെ ഈ വറ്റൽമുളകേ ആണെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഈ എടുത്ത് വെച്ച ഞങ്ങളമ്പരൻ്റെ ഇട്ട് പുളിയും ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി കറിവേപ്പില എല്ലാം ഇട്ട് നല്ലോണം വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് ഒന്ന് ചുമപ്പ് വരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇറക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്ത് കരിയാതിരിക്കാൻ നമ്മൾ ലാസ്റ്റാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പ് ഇട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ചോറുണ്ണാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ കർക്കിടക മാസം ഇതുപോലുള്ള പച്ചമരുന്നൊക്കെ നമ്മൾ കഴിക്കുക. നമുക്ക് വേദനകളെല്ലാം മാറിക്കിട്ടാൻ നല്ലൊരു മാസമാണ്. ഈ മാസത്തിൽ നമ്മൾ ചീര ഇങ്ങനെയുള്ള വർഗ്ഗങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നല്ല എണ്ണ അനത്തുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്യാം. ഇത് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇതിൻ്റെ വിശദമായിട്ട് പറഞ്ഞു തരാം.